ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ ഈ കാണുന്ന ക്ഷേത്രം മുറ്റുണ്ടല്ലോ, ഇതാണ് മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും ഉള്ളത് തന്നെയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പൂരം എന്ന് പറയുന്നതും ഈ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ അമ്പലമുറ്റത്ത് കൂടെ നമ്മൾ ഒരുപാട് നടന്നിട്ടുള്ളതാണ്. കാരണം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ അമ്പലമുറ്റത്ത് കൂടെയാണ് വരിക. അങ്ങനെ പോയിട്ട് ഇവിടുന്ന് കടന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന ഒരു ചെറിയ ഇടവഴി പോലെ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ റെയിൽവേ ഗേറ്റ് കടന്നിട്ട് പോകണം. അപ്പോൾ മെയിൻ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ആലും ഈ പരിസരങ്ങളും നമുക്ക് ഒരുപാട് ഓർമ്മകളുള്ളതാണ്. ഒരുപാട് ഷൂട്ടിങ്ങുകളും ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ കുടുംബ പുരാണം ഷൂട്ടിങ്ങൊക്കെ ഇവിടെയാണ് നടന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഒരു ഓർമ്മയിൽ അതങ്ങനെ വരും. നമ്മുടെ ശ്രീനിവാസൻ സാറ്, നടൻ ശ്രീനിവാസൻ സാറും അതുപോലെ ബാലചന്ദ്രൻ മേനോൻ സാറ്, അങ്ങനെ ഓരോരുത്തരും അവർ പാർവതി, പിന്നെ ഒരു നടി മരിച്ചിട്ടുണ്ട്, പാർവതിയുടെ അമ്മാവൻ്റെ മകളായിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത്. അവരൊക്കെ ആയിട്ട് നമ്മളോട് ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആ ഒരു ഓർമ്മകളൊക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിലും വലിയ ഒരു ഓർമ്മകളതാണ് ഞാനും ഏട്ടനും എൻ്റെയും ഏട്ടൻ്റെയും കല്യാണം ഉണ്ടായതും ഈ അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ എൻ്റെയും ഏട്ടൻ്റെയും കല്യാണം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര്, എന്നെ അറിയാത്തവർ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇന്നയാളുടെ മകള് എന്ന് അറിയുന്ന രീതിയിൽ എന്നോട് സ്നേഹവും അടുപ്പും, അതുപോലെ ഒരു മകളോട് എന്ന പോലെ എന്നോട് എല്ലാ കാര്യങ്ങൾക്കും, എനിക്ക് അച്ഛനില്ലാതിരുന്ന എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞാൻ അങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഒരു ഓർമ്മയിൽ ഞാൻ വന്നപ്പോൾ ഒന്ന് നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. ഈ ഒരു ദിവസം നമ്മൾ വലിയ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്നതാണ്. അപ്പോൾ ഇനി ആഘോഷങ്ങളില്ല, ഏട്ടനില്ലാതെ ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ വിവാഹ വാർഷികം ഓർക്കുകയാണ്. അപ്പോൾ ആ ഓർമ്മകൾ ഞാൻ അങ്ങനെ പങ്കുവെച്ചു എന്ന് മാത്രം. പിന്നെ അവസാന ദിവസം അല്ലെങ്കിൽ അവസാന വർഷം ഞങ്ങൾ വിപുലമായിട്ട് വലിയ കേക്കൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വെറും 2 മാസം മാത്രം തികഞ്ഞില്ല അവിടുന്ന് ഞങ്ങൾക്ക് ഒന്നിച്ചുള്ള ജീവിതം കേട്ടോ. അപ്പോൾ പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. നമ്മൾ എപ്പോഴും നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അല്ലേ? അത്രമാത്രമല്ലേ വേണ്ടത്. അപ്പോൾ എപ്പോഴും ദുഃഖങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ ഞാൻ സന്തോഷ നിമിഷങ്ങളെ മാത്രം കുറിച്ച് ചിന്തിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരടി കിട്ടിക്കഴിയുമ്പോൾ തല ഉയർത്തി വരുമ്പോഴത്തേനും അടുത്ത അടി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിയിട്ട് അല്ലെങ്കിൽ അതെല്ലാം മറന്നുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ജീവിതത്തിൽ ഞാനിങ്ങനെ ചെറിയതാണെങ്കിലും എല്ലാ സന്തോഷങ്ങളും ഞാൻ ഉൾക്കൊണ്ട് ജീവിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഈ ദിവസം ഇന്ന് ഞാൻ ഈ ക്ഷേത്ര പരിസരവും അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു നിമിഷവും ഞാൻ നിങ്ങളായിട്ട് ഇങ്ങനെ പങ്കുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്ന വഴി കൂടെ പോയാലാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് നമുക്ക് ക്രോസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ മെയിൻ റോഡിൽ കൂടെ പോകുക വെച്ചാൽ നമുക്ക് റെയിൽവേ ഗേറ്റ് കടന്നിട്ട് പോകണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ കാണിച്ചു എന്ന് മാത്രം. ജീവിതത്തിൽ നമ്മൾ ചിലപ്പം മറക്കാത്ത ചില നിമിഷങ്ങളുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ മറന്നു എന്ന് നടിച്ച് ജീവിച്ച് പോകുന്ന സമയങ്ങളിൽ ചിലപ്പോഴെങ്കിലൊക്കെ ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അല്ലേ? അങ്ങനെയുള്ള ഓർമ്മകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. പിന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യനും കാര്യങ്ങളും വന്നിട്ടൊന്നല്ല കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഡ്രസ്സിങ് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് വീടിൻ്റെ ഉമ്മറത്തു നിന്ന് ഇറങ്ങുന്നൊരു ഫോട്ടോ. പിന്നെ ഞാൻ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ ഉമ്മറത്ത്. അപ്പോൾ അച്ഛനെ നോക്കിയിട്ട് തൊഴുന്നൊരു ഫോട്ടോ. അത്രമാത്രം കൂടുതലൊന്നും ഞാൻ ആക്കിയിട്ടില്ല. നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൽബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രം. കാണാണ്ടല്ലോ അല്ലേ? 2 സൈഡിൽ ഇപ്പോൾ പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ട് ഈ വർഷം പൂരം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ 2027 പൂരം ഉണ്ടാവുള്ളൂ. പ്രതിഷ്ഠയൊക്കെ നടത്തി ദേവീനെ പുനഃപ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ കാണിക്കാം. അപ്പോൾ ആ ആല് കാണാല്ലേ, അതിൻ്റെ അവിടെ ഓപ്പോസിറ്റായിട്ടാണ് ഊട്ടുപുര. അവിടെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ സദ്യയൊക്കെ ഉണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ ഈ ആലിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ പോലും വരാത്തുണ്ടായിരുന്നില്ല. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, സ്റ്റാഫുകളായിക്കോട്ടെ,
മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ആലയൊക്കെ കാണുമ്പോൾ നമുക്കതൊരു ഓർമ്മ വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനിങ്ങനെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു എന്ന് മാത്രം കേട്ടോ. ഓർമ്മകളും മരിക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഓർമ്മകൾ മരിക്കില്ല, പക്ഷേ ഒരു മറവി എന്ന് പറയുന്നത് ഈശ്വരൻ നമുക്ക് തരുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അത് കൂടെ നമ്മളങ്ങനെ ജീവിച്ച് പോവുകയാണ്. അപ്പോൾ അതേ ഞാൻ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ടൊരു മേക്കപ്പൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ അനിയനാണ് എല്ലാ കാര്യങ്ങളും നോക്കണം, അവനാണ് ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ അതേ അച്ഛൻ്റെ ഫോട്ടോ അവിടെ ഉമ്മർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഒരു നിമിഷം തൊഴുതു. ഇനി ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അമ്മൂമ്മയാണ്. കണ്ട് പ്രായമായത് അമ്മൂമ്മ ഇപ്പം ഇല്ല. അപ്പോൾ ഈ ഒരു നിമിഷം അപ്പോൾ ആ ബാക്കിൽ നിൽക്കുന്ന കണ്ണട വെച്ച ഒരു അച്ഛൻ തന്നെ പറയാം, അദ്ദേഹം എല്ലാറ്റിനും മുൻകൈ എടുത്തിട്ട് നിന്നു കേട്ടോ. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സും സ്റ്റാഫുകളൊക്കെയാണ്. ഡോക്ടർ ഗോപിനാഥാണത്. അതുപോലെ ഇത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള അരുളേച്ചിയും ഹസ്ബൻഡാണ് കേട്ടോ, രാധേട്ടൻ. അവരിപ്പോഴും ഞാനായിട്ട് അടുപ്പുണ്ട്. പിന്നെ ഇത് സദ്യയുടെ സമയം അത് കഴിഞ്ഞു. സദ്യയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എല്ലാവരും ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ചുരിദാറിട്ടത് ദീപയാണ്. ഇപ്പോഴും നമ്മൾ അടുപ്പം ഉണ്ട്, സ്നേഹമുണ്ട് കേട്ടോ. അരുളേച്ചും ദീപയും ഞാനൊക്കെ കൂടിയിട്ട് ഇത് എൻ്റെ വീട്ടിലേക്ക് വൈകിട്ട് കയറുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഡോക്ടർ സുജ, ഡോക്ടർ ഇന്ദിര. ഈ ഒരു സ്നേഹവും ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഇത് ഏട്ടൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് മൈക്കിൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളന്ന് സേലത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് മൈക്കിളിൻ്റെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നിങ്ങളോട് എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഉണ്ട്, ഒന്നും പറയണില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമ്മുടെ ഓർമ്മകൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരിക്കലും മറക്കില്ല. പക്ഷെ നമ്മൾ ജീവിതത്തിൽ നമ്മളെല്ലാം മറന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ജീവിക്കുമ്പോൾ നമുക്ക് പലതും നമ്മളെല്ലാം ആലോചിച്ച് അല്ലെങ്കിൽ എല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ട് ജീവിക്കാനായിട്ട് കഴിയില്ല. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അത് നടന്നു പോയിക്കൊണ്ടേ ഇരിക്കണം, അത്ര തന്നെയുള്ളൂ.